1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രം മറ്റു രാജ്യങ്ങൾക്ക് ആഭ്യന്തര സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ പുറത്തേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കുകയാണ്. അതിന് നമ്മൾ എന്താണെന്ന് പറയാം? എ ഇറക്കുമതി, ബി അറ്റ കയറ്റുമതി, സി കയറ്റുമതി, ഡി അറ്റ ഇറക്കുമതി. ഇമ്പോർട്ട്, നെറ്റ് എക്സ്പോർട്ട്, എക്സ്പോർട്ട്, നെറ്റ് ഇമ്പോർട്ട്. ഏതാണ്? കയറ്റുമതി. അതായത് ഒരു രാജ്യം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് വിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താണെന്ന് പറയാം? കയറ്റുമതി അഥവാ എക്സ്പോർട്ട് എന്ന് പറയും. 2. പൂർണ്ണ മത്സര കമ്പോളത്തിൽ ചോദനവക്രത്തിൻ്റെ ആകൃതി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലാസ്തിക ചോദനവക്രം, തിരശ്ചീന ചോദനവക്രം, ലംബ ചോദനവക്രം, ഇലാസ്തിക രഹിത ചോദനവക്രം. ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്, ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ്, വെർട്ടിക്കൽ ഡിമാൻഡ് കർവ്, ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. ഏതായിരിക്കും? ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് അഥവാ തിരശ്ചീന ചോദനവക്രം. ഓപ്ഷൻ ബി ആണ്. 3. ഒരു നേർരേഖ ചോദനവക്രത്തിൻ്റെ ഇലാസ്തികത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഗ്രേറ്റർ ദാൻ 1 ഒന്നിൽ കൂടുതൽ, ഈക്വൽ ടു 1 ഒന്നിന് സമം, ഒന്നിൽ കുറവ്, ലെസ് ദാൻ 1 0 അഥവാ ഡി തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഒരു നേർരേഖ ചോദനവക്രം, ഒരു ഡിമാൻഡ് കർവ് അല്ലെ, ലീനിയർ ഡിമാൻഡ് കർവ്. നിങ്ങൾ ഡിമാൻഡ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ. അതായത് എന്താണ്? വിലയിലെ മാറ്റം അതേ അല്ലെങ്കിൽ അത്ര ശതമാനം മാറ്റം ഡിമാൻഡ് സംഭവിക്കുകയാണ്. വില 10% വർദ്ധിച്ചു, ഡിമാൻഡ് 10% കുറഞ്ഞു. വില 10% കുറഞ്ഞ് ഡിമാൻഡ് 10% വർദ്ധിച്ചു അല്ലേ? നേർ ആനുപാതികമായിട്ടാണ്. ഇതിനെ നമ്മൾ എന്താണെന്ന് പറയാ? ഒന്നിന് സമം അഥവാ ഈക്വൽ ടു 1. ലീനിയർ ഡിമാൻഡ് കർവ് ഈക്വൽ ടു 1 അഥവാ ഒന്നിന് സമമായിരിക്കും. ലാഭനഷ്ടരഹിത ബിന്ദു, ബ്രേക്ക് ഇവൻ പോയിന്റ്. ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറഞ്ഞാൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇറക്കിയ മുടക്കുമുതൽ നമുക്ക് തിരിച്ച് കിട്ടുകയാണ് ചെയ്യുക. അതായത് വരുമാനവും ചെലവും തുല്യമായിരിക്കും. ഏതായിരിക്കും? ടി ആർ ഈക്വൽ ടു ടി സി, ടി ആർ ഈക്വൽ ടു ടി പി, എ സി ഈക്വൽ ടു എം സി, എഫ് സി ഈക്വൽ ടു എ ബി സി. ഏതാണ്? വരുമാനവും ചെലവും, മൊത്തം വരുമാനവും മൊത്തം ചെലവും തുല്യമാണ്. അതിനെ നമ്മൾ ലാഭനഷ്ടരഹിത ബിന്ദു അഥവാ ബ്രേക്ക് ഇവൻ പോയിന്റിലായിരിക്കും ലാഭമില്ല നഷ്ടമില്ലാത്ത അവസ്ഥ. ഏത് തരത്തിലുള്ള ഉൽപ്പന്നത്തിനാണ് സ്വാഭാവിക തേയ്മാനം സംഭവിക്കുന്നത്? അതായത് കുറേ കാലം കഴിയുന്തോറും തേയ്മാനം സംഭവിക്കുന്ന വസ്തുക്കൾ ഏത് വസ്തുക്കളാണ്? ഉപഭോഗ വസ്തുക്കൾ, കൺസ്യൂമർ ഗുഡ്സ്, ആഡംബര ഉൽപ്പന്നങ്ങൾ, ലക്ഷറി ഗുഡ്സ്, മൂലധന ഉൽപ്പന്നങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ്, ദീർഘകാലം നിലനിൽക്കാത്ത ഉൽപ്പന്നങ്ങൾ, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഇവയ്ക്ക് എല്ലാത്തിനും തേയ്മാനം സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ചില വസ്തുക്കൾക്കാണ് നമ്മൾ തേയ്മാന ചെലവ് മാറ്റിയേക്കുക. ഇത് പ്രധാനമായിട്ടും മൂലധന വസ്തുക്കൾക്കായിരിക്കും അല്ലേ? പുതിയ യന്ത്രങ്ങൾ, അല്ലെങ്കിൽ റോഡുകൾ, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, ഇവയൊക്കെ എന്താണ് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് കേടുവരാനോ അല്ലെങ്കിൽ എന്താണ് തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ തേയ്മാനത്തിന് വേണ്ടി പണം മാറ്റി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഫണ്ട് മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ വരുന്നതിന് നമ്മൾ തേയ്മാന ചെലവ് എന്ന് വിളിക്കും. അതായത് ഇവിടെ ആൻസർ നമുക്ക് മൂലധന വസ്തുക്കൾ അഥവാ ക്യാപിറ്റൽ ഗുഡ്സിനാണ് പ്രധാനമായിട്ടും തേയ്മാനം നമ്മൾ കണക്കാക്കുക. ശേഖരത്തെ നിർവചിക്കുന്നത് ഡാഷ്. ശേഖരം അഥവാ സ്റ്റോക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു കാലയളവ്, പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയബിന്ദു, നോ സ്പെസിഫിക് ടൈം ലിമിറ്റ്, ഒരു നിശ്ചിത സമയപരിധിയില്ല, നൺ ഓഫ് ദിസ്, ഇവയൊന്നുമല്ല അല്ലേ? സ്റ്റോക്ക് നമ്മൾ കണക്കാക്കുന്നത് ഒരു പ്രത്യേക സമയബിന്ദുവിലാണ്, അറ്റ് എ പോയിന്റ് ഓഫ് ടൈമാണ്. ഓപ്ഷൻ ബി ആണ്. എന്നാൽ ഫ്ലോ നമ്മൾ കണക്കാക്കുന്നത് അറ്റ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവാണ്. അപ്പോൾ ഫ്ലോ ആണ് തന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രവാഹമാണ് തന്നതെങ്കിൽ അവിടെ ഓപ്ഷൻ എ ആയിരിക്കും. എന്നാൽ ഇവിടെ തന്നുള്ള സ്റ്റോക്കാണ് അഥവാ ശേഖരമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ച് താഴെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. പ്രസ്താവന 1, ഉപഭോഗം വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രസ്താവന 2, സാധാരണയായി വരുമാനം വർദ്ധിക്കുമ്പോൾ ഉപഭോഗം കുറയുന്നു. ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കഴിഞ്ഞാൽ കൺസപ്ഷൻ എന്താണ്? വരുമാനത്തെ ആശ്രയിച്ചിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഉപഭോഗം ഉണ്ടാവുള്ളൂ. വരുമാനം കൂടുമ്പോൾ ഉപഭോഗം കൂടുകയും വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയുകയും ചെയ്യും. സാധാരണയായി വരുമാനം വർദ്ധിക്കുമ്പോൾ ഉപഭോഗം കുറയുന്നു അല്ലേ? അത് സ്വാഭാവികമായിട്ട് തെറ്റായിട്ടുള്ളതാണ്. കാരണം വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ ഉപഭോഗം കൂടാനാണ് സാധ്യത. വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയുകയും ചെയ്യും. ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോഗം വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു, അത് ശരിയാണ്. രണ്ടാമത്തതോ വരുമാനം വർദ്ധിക്കുമ്പോൾ ഉപഭോഗം കുറയുന്നു, അത് തെറ്റാണ്. അതായത് ഓപ്ഷൻ എ അഥവാ പ്രസ്താവന 1 ശരിയും 2 തെറ്റുമാണ്. ഇതിലേതാണ് തന്നിട്ടുള്ളത്? പ്രസ്താവന 2 ശരിയാണ് അല്ല, പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ പ്രസ്താവന 2 തെറ്റാണ്. ഏതാണ് തന്നിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് തന്നിട്ടുള്ളത്. 8ാമത്തെ ക്വസ്റ്റ്യൻ,
പരമാവധി സംതൃപ്തി എന്നത് ഉപഭോക്താക്കളുടെ ലക്ഷ്യമെങ്കിൽ ഒരു ഉൽപാദന സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഉൽപാദക സ്ഥാപനത്തെ സംബന്ധിച്ച് എന്താണ്, പരമാവധി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഏതൊരു ഉൽപാദക സ്ഥാപനം ശ്രമിക്കുകയുള്ളൂ. എന്നാൽ ഉപഭോക്താവിനെ സംബന്ധിച്ച് പരമാവധി സംതൃപ്തി ലഭിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക. അപ്പം ഉൽപാദകൻ അഥവാ അല്ലെ എന്താണ് ഒരു സ്ഥാപനം, ഉൽപാദക സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ലാഭം കിട്ടുന്നപ്പോഴായിരിക്കും വരുമാനം ചെലവും തമ്മിലുള്ള അകലെ ഏറ്റവും കൂടിയിരിക്കുമ്പോൾ നല്ല വരുമാനം കിട്ടും, ചെലവ് കുറയുകയും ചെയ്യുമ്പോഴാണ് ഒരു ഉൽപാദകനെ സംബന്ധിച്ച് പരമാവധി ലാഭം ഉണ്ടാവുക. ഉൽപാദക സ്ഥാപനത്തെ സംബന്ധിച്ച് ഇവിടെ എന്താണ് ലക്ഷ്യം ഉണ്ടാവുക? അല്ലെങ്കിൽ പരമാവധി ലാഭം ഉണ്ടാക്കുക, പ്രൊഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മാക്സിമം പ്രൊഫിറ്റ്. 8 പറഞ്ഞു കഴിഞ്ഞിനി 9ാമത്തെ, ഉയർന്ന പലിശ നിരക്കിൽ പണത്തിൻ്റെ ചോദനം. ഓപ്ഷൻ എ കൂടുന്നു, ബി 0, സി കുറയുന്നു, ഡി ഇവയൊന്നുമല്ല. പലിശ നിരക്ക് കൂടുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ പണത്തിനുള്ള ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പണം കയ്യിൽ എടുത്തു വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ പലിശ നിരക്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കയ്യിലുള്ള പണം മുഴുവൻ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും, കാരണം ബാങ്കിൽ നിന്നാണ് കൂടുതലായിട്ട് പലിശ കിട്ടുക. അപ്പം ഉയർന്ന പലിശ നിരക്ക് ഉണ്ടാകുമ്പോൾ പണത്തിനോടുള്ള താല്പര്യം കുറയാണ് ചെയ്യുക, അഥവാ ഓപ്ഷൻ സി ആണ്, കുറയുന്നു. 10ാമത്തെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ച് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. പ്രസ്താവന 1, നിവേശങ്ങളുടെ വില വർദ്ധിക്കുന്നതിന് ഫലമായി ഉൽപ്പാദന ചെലവ് കൂടുന്നു. പ്രസ്താവന 2, സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഫലമായി ഉൽപ്പാദന ചെലവ് കുറയുന്നു. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് 2 ശരിയാണോ അല്ലെങ്കിൽ 2 തെറ്റാണോ, ഏതാണ് ശരി അല്ലെങ്കിൽ തെറ്റെന്നൊക്കെ കണ്ടെത്തണം, കാരണം 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നിവേശങ്ങളുടെ വില വർദ്ധിക്കുന്നതിന് ഫലമായി ഉൽപ്പാദന ചെലവ് കൂടുന്നു. ഇൻപുട്ടിൻ്റെ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപ്പാദകനെ സംബന്ധിച്ച് കൂടുതൽ എന്ത് സംഭവിക്കുകയാണ്? കൂടുതൽ ചെലവ് ഉണ്ടാവുകയാണ്. അതായത് നിവേശങ്ങൾ അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ വില വർദ്ധിക്കുന്നതനുസരിച്ച് ഉൽപ്പാദകനെ സംബന്ധിച്ച് ചെലവ് കൂടും, കാരണം അവർ വാങ്ങുന്ന അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിക്കഴിഞ്ഞാൽ അത് ചെലവ് കൂടുതലാണ്. പ്രസ്താവന 2, സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഫലമായി ഉൽപ്പാദന ചെലവ് കുറയുന്നു. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും, അതായത് ചെലവ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളൊരു കമ്പനിയിൽ ഒരുപാട് ആൾ തൊഴിലാളികൾ ജോലി ചെയ്യുകയാണ്, അതിന് പകരം തൊഴിലാളികൾക്ക് പകരം യന്ത്രങ്ങൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ചെലവ് അല്ലെങ്കിൽ കൂലിയൊക്കെ എന്താണ് സ്ഥാപനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുതലാളിയെ സംബന്ധിച്ച് ലാഭമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ സാങ്കേതികവിദ്യയുടെ പുരോഗതി, പുതിയ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉൽപ്പാദന ചെലവ് കുറയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ശരി? നിവേശങ്ങളുടെ വില വർദ്ധിക്കുന്ന ഫലമായിട്ട് ഉൽപ്പാദന ചെലവ് കൂടുന്നു. ഓപ്ഷൻ എ, അതെ 1ാമത്തത് ശരിയാണ്. സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഫലമായി ഉൽപ്പാദന ചെലവ് കുറയുന്നു, 2ഉം ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവന ഏതാ നോക്കുക. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. 2 പ്രസ്താവനവും തെറ്റാണ്. പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ പ്രസ്താവന 2 ശരിയാണ്. പ്രസ്താവന 2 ശരിയാണ്, ഓപ്ഷൻ ഡി ആണ്, അതായത് 10ാമത്തെ ഡി. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക, 2 സ്കോർ വീതം. 1, വ്യാപനം അഥവാ സ്പ്രെഡ് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം വിലയെക്കുറിച്ചാവാം, ചിലപ്പം ഡിമാൻഡിനെ കുറിച്ചാവാം, ചിലപ്പോൾ സപ്ലൈനെ കുറിച്ചാവാം, എന്തുമാവാം അല്ലേ. അപ്പം അതിൽ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ വ്യാപനം എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, QS = 6P + 18, QD = 128 - 5P. സന്തുലിത വില കാണുക, സന്തുലിത അളവ് കാണുക അല്ലേ. അതായത് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സന്തുലിതാവസ്ഥയിൽ QD = QS ആയിരിക്കും, QDയും QSഉം തുല്യമായിരിക്കും. ഇവിടെ QD എത്രയാണ് തന്നിട്ടുള്ളത്? QD 128 - 5P. QS എന്താണ് തന്നിട്ടുള്ളത്? 6P + 18. ഇനി ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പീനെ 2നും ഒരു ഭാഗത്തേക്കും കൊണ്ടുവരണം, സംഖ്യേനെ 2നും ഒരു ഭാഗത്ത് കൊണ്ടുവരണം. അപ്പോൾ 128ൻ്റെ സ്ഥാനത്തേക്ക് ഇവിടെ 128 നിലനിർത്തിക്കൊണ്ട് 18 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ +18 അപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും? -18. ഇനി ഇവിടെ ഓൾറെഡി 6P ഉണ്ട്. നമ്മളെന്ത് ചെയ്യണം? ഈ 5Pനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകണം. ഇവിടെ മൈനസ് ആവുമ്പം അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? +ആയി മാറും, +5P ആയി മാറും. ഇനി 128 18 കുറച്ചാൽ എന്ത് കിട്ടും? 110 = 6P + 5P എന്ത് കിട്ടും? 11P. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പീനെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്, എന്നാൽ എന്താണ് സംഖ്യനെ നമ്മൾ 2നും ഭാഗത്ത് കൊണ്ടുവരണം. ഇവിടെ 110 11P, 110/11, അതായത് ഈ 11നെ ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ എന്താണ് 11 × P എന്നുള്ള ഇൻറ്റു എന്നുള്ള ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും? ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം എന്നായി മാറും. അതായത് 110/11 = P. അതായത് എന്ത് കിട്ടും നമുക്ക്?
10 എന്ന് ആൻസർ കിട്ടും. പി ഈക്വൽ ടു 10 അല്ലെങ്കിൽ എന്താണ് 10 സമം പി ആണെങ്കിലും പി സമം 10 ആണെങ്കിലും ഒരേ ആൻസർ തന്നെയാണ്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് സന്തുലിത വില നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി സന്തുലിത അളവ് കാണണം. സന്തുലിത അളവ് എങ്ങനെ കാണുക? സന്തുലിത അളവ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ക്യു ഡിയുടെ എന്താണ് ക്യു എസിനോട് കൂടി അവിടെ പി എന്നുള്ളടത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന 10 ചെയ്താൽ മതി. അപ്പം നമ്മളൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ ആദ്യം ക്യു ഡി കാണുകയാണ്. 128 ക്യു ഡി ഈക്വൽ ടു 128 മൈനസ് 5p. 128 മൈനസ് 5 ഇൻറ്റു പി എത്രയാണ്? 10. 5 ഇൻറ്റു 10 50. അതായത് 128 മൈനസ് 50 എന്ത് കിട്ടും? 78 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ക്യു ഡി കിട്ടി. ഇനി ക്യു എസ് കിട്ടണം. ക്യു എസ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാം. ക്യു എസ് ഈക്വൽ ടു എത്രയാണത്? 6p പ്ലസ് 18. അപ്പം 6 ഇൻറ്റു 10 എത്ര കിട്ടും? 60. 60 പ്ലസ് 18 78. അപ്പോൾ നമുക്ക് എന്നിട്ട് സന്തുലിത അളവ് 78 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സന്തുലിത വിലയും കണ്ടു, സന്തുലിത അളവും കണ്ടു. 13. നിസ്സംഗത വക്രത്തിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ് പറഞ്ഞുള്ളത്. 2 പ്രത്യേകത എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ ക്വസ്റ്റനാണ് ഇത്. പൊതുവേ 5 മാർക്കിനും 8 മാർക്കിനും ചോദ്യം വരാറുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ 8 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനാണെങ്കിൽ ചിത്രം വരയ്ക്കേണ്ടി വരും. കൂടുതലായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരും. നിസ്സംഗത വക്രത്തിൻ്റെ 2 സവിശേഷത. ആദ്യം നമ്മൾ നിസ്സംഗത വക്രം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു നിസ്സംഗത വക്രം വരയ്ക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു നിസ്സംഗത വക്രം അഥവാ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ പ്രത്യേകത ഇടത്ത് നിന്ന് വലത്തോട്ട് ചരിഞ്ഞിറങ്ങുന്ന കർവായിരിക്കും അല്ലേ? ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത്ത് നിന്ന് വലത്തോട്ട് ചരിഞ്ഞിറങ്ങുന്ന കർവായിരിക്കും. അത് നമ്മൾ പഠിച്ചതാണ്. 2 കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും അല്ലേ? ഇതിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു കോൺവെക്സ് ഷേപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. 2 പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നിസ്സംഗത വക്രം തരുമ്പോൾ നിസ്സംഗത ഭൂപടം കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താണ് ഇൻഡിഫറൻസ് മാപ്പും കൂടി മനസ്സിലാക്കണം. അപ്പം ഒന്നിലധികം നിസ്സംഗത വക്രങ്ങൾ കൂടി ചേർന്നതാണ് നിസ്സംഗത ഭൂപടം എന്ന് പറഞ്ഞാൽ. അതായത് ഒന്നിലധികം ഇൻഡിഫറൻസ് കർവ് കൂടി ചേർന്നാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് IC1 എന്നും ഇതിന് IC2 എന്നും ഇതിന് IC3 എന്നും കൊടുക്കാം. പിന്നെ അതുപോലെയുള്ള മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല. നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ അല്ലേ? നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ, മറ്റുള്ളവയുമായിട്ട് ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല. എക്സാമിന് ചിലപ്പം ഇങ്ങനൊക്കെ രീതിയിൽ ചിത്രങ്ങൾ തരാറുണ്ട്. അപ്പം ഇത് തന്നിരിക്കുന്ന ചിത്രം തെറ്റാണ്. കാരണം സംഗത വക്രങ്ങൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഇൻഡിഫറൻസ് കർവ് കൂടുതൽ സംതൃപ്തി പ്രതിദാനം ചെയ്യും അല്ലേ? ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഹയർ ലെവൽ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യും? ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന നിസ്സംഗത വക്രങ്ങൾ ഉയർന്ന സംതൃപ്തിയെ പ്രതിദാനം ചെയ്യും. അപ്പോൾ 4 പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത്. 14. സമ്പദ് വ്യവസ്ഥയിലെ 4 പ്രധാന മേഖലകൾ ലിസ്റ്റ് ചെയ്യുക. മേക്രോ എക്കണോമിക്സിൽ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നമ്മൾ അവസാനം പഠിച്ചിട്ടുണ്ട് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള 4 മേഖലകൾ, അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള 4 മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഏതൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള 4 മേഖലകൾ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതൊക്കെയാണ്? 1 ഹൗസ് ഹോൾഡ് അഥവാ കുടുംബങ്ങൾ, ഹൗസ് ഹോൾഡ് കുടുംബങ്ങൾ. 2 ഫേം ഉൽപ്പാദക സ്ഥാപനങ്ങൾ. 3 ഗവൺമെൻറ്. 4 എക്സ്റ്റേണൽ സെക്ടർ ബാഹ്യമേഖല. ഹൗസ് ഹോൾഡ് അഥവാ കുടുംബങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമാണ് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കുടുംബം എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ കൂടിച്ചേർന്നതാവാം കുടുംബങ്ങൾ. ജനങ്ങൾ അവർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തുകയും വരുമാനം ഉണ്ടാക്കുകയും അവരുടേതായുള്ള കർത്തവ്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് നീതി അടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമാണ്. 2 ഉൽപ്പാദക സ്ഥാപനങ്ങൾ അഥവാ ഫേം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഉൽപ്പാദിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു നിശ്ചിത നികുതി അടക്കുകയും ചെയ്യുന്നു. ഇത് സ്വാഭാവികമായിട്ടും ആ നികുതി വരുമാനം ഉപയോഗിച്ച് ഗവൺമെൻറ്റിന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. 1 ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് എന്താണ് നല്ല രീതിയിൽ കിട്ടുന്ന നികുതി പണം മറ്റും ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ സെക്ടർ അഥവാ ബാഹ്യമേഖല എന്ന് പറഞ്ഞാൽ കയറ്റുമതിയും ഇറക്കുമതിയാണ്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ 4 മേഖലകൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എക്സാമിന് ചിലപ്പോൾ 4 മാർക്കിനാണെങ്കിൽ ഇവ 4 നിങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ട് വരും. ഞാൻ വളരെ ചുരുക്കി മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ.
15ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് വിലരേഖ അഥവാ പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിലരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോളത്തിൽ ഒരു നിശ്ചിത വില ഉണ്ടായിരിക്കും. അതായത് ഉപഭോക്താവ് വാങ്ങാൻ തയ്യാറാവുകയും ഉൽപ്പാദകൻ വിൽക്കാൻ തയ്യാറാവുന്ന ഒരു വിലയാണ് നമ്മൾ ഒരു വിലയായിട്ട് നമ്മൾ കണക്കാക്കുക. വിലയും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന രേഖയാണ് വിലരേഖ എന്ന് പറയുന്നത്. സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നം വിലയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അതായത് വില എത്ര വിലയിൽ യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. ഉൽപ്പന്നം എത്ര വർദ്ധിച്ചാൽ പോലും വിലയിൽ യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ വിലരേഖ കാണിക്കാറുണ്ട്. ഉൽപ്പന്നത്തിൻ്റെ അളവ് എത്ര വർദ്ധിച്ചാൽ പോലും വിലയിൽ മാറ്റം ഉണ്ടാവില്ല. ആ രേഖയാണ് നമ്മൾ വിലരേഖയായിട്ട് ഇവിടെ പരിഗണിക്കുന്നത്. അപ്പം എക്സാമിന് വളരെ അപൂർവമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് വിലരേഖ എന്ന് പറഞ്ഞാൽ. വിലരേഖ എന്ന് പറഞ്ഞാൽ വിലയും ഉൽപ്പന്നം തമ്മിലുള്ള ബന്ധം കാണിച്ചുകൊണ്ട് രേഖ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിലരേഖ എന്ന് പറയും. 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. GDP എന്താണെന്ന് നിർവചിക്കുക. GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യമാണത്തെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ വരുമാനമാണ്. GDPയും GNPയും ദേശീയ വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ GDPയിൽ രാജ്യത്തിന് ഉള്ളിൽ നിന്നുള്ള വരുമാനം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. GNPയിൽ എന്തുണ്ട്? വിദേശത്ത് നിന്ന് കിട്ടുന്ന വരുമാനം കൂടി പരിഗണിക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് നിർമ്മിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം പണത്തിൽ കണക്കാക്കി കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ GDP അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ക്ഷേമ സൂചകമായി GDP ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും 2 പരിമിതികൾ എഴുതുക. നമ്മൾ പ്രധാനമായിട്ടും 4 പരിമിതികളിൽ 4 ലിമിറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. GDP ക്ഷേമത്തിൻ്റെ അളവ് കൊലയായി പരിഗണിക്കാത്തതിൻ്റെ അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചുള്ളത്. അതിൽ 2 എണ്ണമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. GDP എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ GDPയിൽ ദേശീയ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് വികസനം ഉണ്ടാവും, വലിയ പുരോഗതി ഉണ്ടെന്ന് പറയാൻ സാധിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ഒരിക്കലും GDPയെ നമ്മൾ ക്ഷേമത്തിൻ്റെ അളവ് കുറയായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല. അതിന് പ്രധാനമായിട്ടുള്ള 4 കാരണങ്ങൾ പറയുന്നുണ്ട്. 1, വരുമാന വിതരണത്തിൽ അസമത്വം. ഏതെങ്കിലും ചില വ്യക്തികളുടെ വരുമാനം വർദ്ധിച്ചാൽ പോലും രാജ്യത്തിന് GDP അല്ലെങ്കിൽ ദേശീയ വരുമാനം വർദ്ധിച്ചതുപോലെ തോന്നാം. എന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാർ എപ്പോഴും തൊഴിലും ഇല്ലാതെ പട്ടിണി ദാരിദ്ര്യമായിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് 1, വരുമാന വിതരണത്തിൽ അസമത്വം. 2, GDPയും ധനേതര ഇടപാടുകളും. ഒരു രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും തൊഴിലുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് GDP വർദ്ധിക്കും, അല്ലെങ്കിൽ ദേശീയ വരുമാനം വർദ്ധിക്കും. എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും വീട്ടിലാണ് ജോലിയുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിലുണ്ടോയെന്ന് ചോദിച്ചാൽ തൊഴിലുണ്ട്, എന്നാൽ വരുമാനമില്ല. അതുകൊണ്ട് എല്ലാവർക്കും തൊഴിലുണ്ടായെന്ന് വെച്ചിട്ട് അവിടെ GDP വർദ്ധിക്കണമെന്നില്ല. 3, GDPയും ഹാനികരമായ വസ്തുക്കളും. മദ്യം, പുകയില പോലുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് വിറ്റഴിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് സംബന്ധിച്ച് നല്ല രീതിയിൽ ടാക്സ് കിട്ടും, അല്ലെങ്കിൽ നികുതി കിട്ടും. സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം വർദ്ധിക്കും. എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മദ്യം, പുകയിലൊക്കെ ഉപയോഗിക്കുന്നത് വഴി ജനങ്ങളുടെ ക്ഷേമം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. 4, GDPയും ആകസ്മികങ്ങളും. GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. അതായത് ഒരു ഗ്രാമത്തിലേക്ക് റോഡ് വരികയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഫാക്ടറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റോഡ് മെച്ചപ്പെടും, ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടും, അല്ലേ? അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വരും. എന്നാൽ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് GDP അനുകൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂലമായിട്ടാണെങ്കിലോ പരിസര മലിനീകരണം, വായു മലിനീകരണം, ജലമലിനീകരണമൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാവും. ഇനി അവിടെ നിന്ന് പുറത്തു വിടുന്ന ഫാക്ടറിയിലെ ജലം കൃഷിയിടങ്ങളിലേക്കും അതുപോലെ നദികളിലേക്കും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ വരുമാനം തൊഴിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് GDPയെ ക്ഷേമത്തിന് സൂചകമായിട്ട് നമുക്ക് പരിഗണിക്കാത്തതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. 2 എണ്ണം ചോദിച്ചുള്ളൂ, നമ്മളിവിടെ 4 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി 17, ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇത് രേഖ A, രേഖ B എന്നിവ എന്താണെന്ന് തിരിച്ചറിയുക. എന്താ രേഖ A എന്ന് പറഞ്ഞാൽ? ഇവിടെ കോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈനെ നമ്മൾ TFC ആണെന്ന് പറയുന്നത്. TFC. B ആണെങ്കിലോ 0 മുതൽ ഉയർന്നു പോവുകയാണ് ചെയ്യുന്നത്, അത് TVC ആണ്. അപ്പം A രേഖയും B രേഖയും എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇവയെ നിർവചിക്കുക. TFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് 0 ആണെങ്കിലും എത്ര യൂണിറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാലും TFCയിൽ യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. അത് സ്ഥിര ചെലവുകളാണ്. നമ്മൾ പ്രധാനമായിട്ടും വിഭേദക നിവേശങ്ങൾ, സ്ഥിര നിവേശങ്ങൾ എന്ന് പഠിച്ചിട്ടുണ്ട്. വിഭേദക നിവേശങ്ങളാണെങ്കിൽ എപ്പോഴും മാറ്റത്തിന് വിധേയമാകുന്നതാണ്. എന്നാൽ സ്ഥിര നിവേശങ്ങൾ എന്ന് പറഞ്ഞാലോ മാറ്റത്തിന് വിധേയമാകാത്തത്. അതുകൊണ്ട് ഈ സ്ഥിര നിവേശങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവിനെയാണ് നമ്മൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അഥവാ സ്ഥിര ചെലവുകൾ എന്ന് വിളിക്കുന്നത്. ഉൽപ്പന്നത്തിന് അളവ് 0 ആണെങ്കിലും ഉൽപ്പന്നം ഇവിടുന്ന് ഇങ്ങോട്ട് വർദ്ധിക്കണം, ഔട്ട്പുട്ട് വർദ്ധിക്കുകയാണ്. ഉൽപ്പന്നത്തിന് അളവ് 0 ആണെങ്കിലും എത്ര യൂണിറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാലും TFCയിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ TVC എന്ന് പറഞ്ഞാലോ ഉൽപ്പന്നത്തിന് അളവ് 0 ആണെങ്കിൽ പിന്നീട് ഉൽപ്പന്നത്തിന് അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത് വിഭേദക നിവേശങ്ങൾക്ക് വേണ്ടി വരുന്ന പ്രധാനമായിട്ടുള്ള ചിലവുകളാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, മൊത്തം വിഭേദക ചെലവ്. ഉൽപ്പന്നത്തിൻ്റെ അളവ് 0 ആണെങ്കിൽ 0 ആയിരിക്കും, ഉൽപ്പന്നത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുക? TVC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ
അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 18 താഴെ തന്നിരിക്കുന്നവയെ പൊരുത്തപ്പെടുക. അതിൽ എന്താണ് ചേരുംപടി ചേർക്കാൻ വേണ്ടിയാണ് തന്നിട്ടുള്ളത്. മാച്ച് ദ ഫോളോവിങ്. വെൽത്ത് ഓഫ് നേഷൻ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്വഭാവവും പ്രാധാന്യവും, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, ആഡം സ്മിത്ത്. വെൽത്ത് ഓഫ് നേഷൻ ആരാണ്? അല്ലെങ്കിൽ ആരുടെ പുസ്തകമാണ്? ആഡം സ്മിത്തിൻ്റെ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരുടെ പുസ്തകമാണ്? ആൽഫ്രഡ് മാർഷലിൻ്റെ പുസ്തകമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്വഭാവവും പ്രാധാന്യവും, നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം ആരുതാണ്? ലയണൽ റോബിൻസിൻ്റെ പുസ്തകമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏതാണ് 18ാമത്തെ? നമ്മൾ 3 മാർക്കിന് ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തു കഴിഞ്ഞു. 19 ഒരു ഉൽപ്പാദക യൂണിറ്റിൻ്റെ ആകെ ചെലവ് പട്ടിക താഴെ തന്നിരിക്കുന്നു. ഓരോ യൂണിറ്റിൻ്റെയും വില 15 ആകുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ ഉൽപ്പാദന തലത്തിലെ മൊത്തം വരുമാനവും ലാഭവും കണ്ടുപിടിക്കുക. അതായത് മൊത്തം വരുമാനം അഥവാ TR, ടോട്ടൽ റവന്യൂ, ലാഭം അഥവാ പൈ, അല്ലേ? ഇത് രണ്ടും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വില 15 ആണെന്ന് തന്നിട്ടുണ്ട്. TR കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. TR കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? TR = P × Q ആണ്. സാധനത്തിൻ്റെ വില ഇൻറ്റു അളവ് കണ്ടെത്തി കഴിഞ്ഞാലാണ് നമുക്ക് മൊത്തം വരുമാനം അഥവാ ടോട്ടൽ റവന്യൂ കിട്ടുള്ളൂ. ഇവിടെ വില 15 ആണ് തന്നിട്ടുണ്ട്. വില 15 ആണെങ്കിൽ, അതായത് മുഴുവൻ 15 ആണ്. ഉൽപ്പാദനത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ യൂണിറ്റ് എത്ര വർദ്ധിച്ചാലും വില എന്ത് തന്നെയായിരിക്കും? 15 തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ 15 നിന്ന് എഴുതണം. എഴുതി കഴിഞ്ഞു. ഇനി മൊത്തം വരുമാനം കിട്ടണം. മൊത്തം വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു P × Q, സാധനത്തിന് വില ഇൻറ്റു അളവ്. ഫസ്റ്റത്തത് 15 × 0 എന്തായിരിക്കും? 0. 1 × 15 15. 2 × 15 എത്രയാണ്? 30. 3 × 15 45. 4 × 15 60. 5 × 15 75. 6 × 15 90. 7 × 15 105. 8 × 15 120. അപ്പോൾ നമുക്ക് മൊത്തം വരുമാനം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ലാഭം കാണണം. ലാഭം കാണാനുള്ള ഇക്വേഷൻ എന്താ? പൈ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? TR - TC ആണ്, അല്ലേ? മൊത്തം വരുമാനവും മൊത്തം ചിലവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലാഭം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ മൊത്തം ചിലവ് എത്രയാണ്? 5. എന്നുള്ള സമയത്ത് വരുമാനം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് -5. അവിടെ നഷ്ടമാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? വരുമാനം കിട്ടി തുടങ്ങിയില്ല, പക്ഷെ എന്താണ് അവിടെ? സ്ഥാപനത്തെ സംബന്ധിച്ച് നഷ്ടമാണത്. ഇനി ചിലവ് 20 വർദ്ധിച്ചു, പക്ഷെ വരുമാനം എത്ര ഉള്ളൂ? 15. അപ്പം 20 അല്ലെങ്കിൽ 15 - 20 എന്തായിരിക്കും? അവിടെയും -5 ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത എത്രയാണ്? മൊത്തം വരുമാനം 30. എന്നാൽ ചിലവോ 33. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാണ്, -3. ഇനി എന്താണ്? വരുമാനം ചിലവും തുല്യമാണ്, അല്ലേ? 45 - 45 0. അടുത്ത 60 - 55 5. ലാഭം കിട്ടാൻ തുടങ്ങി. 75 - 60 15. 90 - 80 10. 105 - 100 5. 120 - 115 എത്രയാണ്? 5. അപ്പോൾ നമുക്കിവിടെ കണ്ടെത്തി കഴിഞ്ഞു, അല്ലേ? അതായത് ഒരു ഏകദേശം ഉൽപ്പന്നത്തിൻ്റെ 3 യൂണിറ്റ് വരെ വരുമാനം, 5 യൂണിറ്റ് വരെ എന്താണ് വരുമാനം ചിലവും തുല്യമാണ്. ആ സമയത്ത് ലാഭം ഇല്ല നമുക്ക്. എന്നാൽ അതിന് ശേഷമാണ് 4 യൂണിറ്റ് മുതലാണ് നമുക്ക് എന്ത് കിട്ടാൻ തുടങ്ങിയത്? ലാഭം കിട്ടാൻ തുടങ്ങിയത്. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പരമാവധി ലാഭം കിട്ടുന്നത് ഇവിടെയാണ് 5 യൂണിറ്റ് മുതലാണ്. 5 യൂണിറ്റ് ആയപ്പം 15 പരമാവധി ലാഭം. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആ സമയത്ത് ചിലവ് എത്രയാണ്? 60ഉം വരുമാനം 75ഉമാണ്. ചിലവും വരുമാനം തമ്മിൽ ഏറ്റവും കൂടുതൽ അകലം ഉള്ള സമയത്താണ് എന്തുണ്ടാകുന്നത്? പരമാവധി ലാഭം കിട്ടുക. മൊത്തം വരുമാനവും മൊത്തം ചിലവും, ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടിയിരിക്കുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും ഉൽപ്പാദകനെ സംബന്ധിച്ച് പരമാവധി ലാഭം കിട്ടുക. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ വിശദീകരിക്കുക. ബാർട്ടർ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ നമുക്കറിയാവുന്ന കാര്യമാണ്. പണ സമ്പ്രദായത്തിന് മുമ്പുണ്ടായിരുന്ന സമ്പ്രദായമായിരുന്നു ബാർട്ടർ സമ്പ്രദായം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാർട്ടർ സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. ബാർട്ടർ സമ്പ്രദായത്തെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു CC സമ്പ്രദായം, കമ്മോഡിറ്റി ടു കമ്മോഡിറ്റി. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം. അതിൻ്റെ പോരായ്മകൾ പ്രധാനമായിട്ടും നമ്മൾ 5 പോരായ്മകൾ പഠിക്കുന്നുണ്ട്. ഒന്ന്, ഇരുവരുടെയും ആവശ്യങ്ങൾ പൊരുത്തപ്പെടാതെ വരിക. അതായത് സാധനം വിൽക്കാൻ നിൽക്കുന്ന ആൾക്കും വാങ്ങാൻ നിൽക്കുന്ന ആളുടെയും താല്പര്യം ഒന്നിച്ച് വരണം. ഒരാൾ വിൽക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്, എന്നാൽ മറ്റാൾക്ക് വാങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമായി മാറും. അപ്പോൾ അതൊരു ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്. 9ാമത്തെ ചാപ്റ്ററിൽ പണവും ബാങ്കിങ് എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മളത് പഠിക്കുന്നത്. 2, ഒരു പൊതു മൂല്യ അളവിൻ്റെ അഭാവം. ബാർട്ടർ സമ്പ്രദായത്തിൽ ഒരു വസ്തുവിന് നമുക്ക് കറക്റ്റായിട്ട് മൂല്യം രേഖപ്പെടുത്താൻ സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ പണത്തിലാണ് ഓരോ വസ്തുവിനും മൂല്യം രേഖപ്പെടുത്തുന്നത്. പെന്നിൻ്റെ വിലയും പുസ്തകത്തിൻ്റെ വിലയും കാറിൻ്റെ വിലയും വീടിൻ്റെ വിലയും
സ്ഥലത്തിന് വിലയൊക്കെ നമ്മൾ പണത്തിലാണ് രേഖപ്പെടുത്തുന്നത്. 3 മൂല്യശേഖരത്തിൻ്റെ അഭാവം. അന്നത്തെ കാലത്ത് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് പണത്തിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, എന്നാൽ അന്നത്തെ കാലത്ത് അത് ചെയ്യാൻ കഴിയില്ല. മാറ്റിവെക്കപ്പെട്ട കൊടുക്കലൊക്കെ ഒരു മാനദണ്ഡമില്ല. നമ്മൾ വായ്പ കൊടുത്താൽ അല്ലെങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കറക്റ്റായിട്ടൊരു വാല്യൂ നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. വിഭജന പ്രശ്നം. സാധനങ്ങൾ ജീവനുള്ള വസ്തുക്കളെ ഒരിക്കലും നമുക്ക് വിഭജിക്കാൻ സാധിക്കില്ല. ജീവനില്ലാത്തവയെ നമുക്ക് വിഭജിക്കാവുന്നതാണ്. അപ്പോൾ ബാട്ട സമ്പ്രദായത്തിൽ ഒരു കോഴിയുമായിട്ട് ഒരാൾ നെല്ല് വാങ്ങാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഒരാൾ പറയാണ്, ഞാനെന്താണ് അല്ലെങ്കിൽ വിൽക്കുന്ന ആൾ വാങ്ങാൻ തയ്യാറായ ആൾ പറയാണ്, ഞാനൊരു ചാക്ക് നെല്ല് തരില്ല, പകരം എന്താണ് അരച്ചാക്ക് നെല്ല് തരുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഒരിക്കലും കോയിനെ കൊണ്ടുപോയ ആൾക്ക് ഞാനെന്താണ് ഇത് കോയിന് പകുതി തരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ വിഭജിക്കാൻ കഴിയുന്ന വസ്തുക്കളുണ്ട്, വിഭജിക്കാൻ കഴിയാത്തതുണ്ട്. കഴിയുന്നതിനെ ഒരിക്കലും നമുക്ക് വിഭജിക്കാൻ കഴിയാത്തതിന് നമുക്കൊന്നാണ് അവിടെ വിഭജിക്കുന്നതിൽ വലിയ പ്രശ്നമായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ വിഭജന പ്രശ്നമാണ് പാട്ട സമ്പ്രദായത്തിൻ്റെ മറ്റൊരു പ്രശ്നം. 21 മുതൽ 25 വരെയുള്ള ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക, 4 സ്കോർ വീതം. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ ചിത്രത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക. അപ്പോൾ അവിടെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചിത്രമൊന്നുമില്ല. അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലിലാക്കുക. ഇതിൻ്റെ താഴെ 3 ആരോ മാർക്ക് ഇട്ടിട്ട് 3 കല്ലിലേക്ക് വരയ്ക്കുക. അതിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള 3 പ്രശ്നങ്ങളാണ്: എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ; 2 എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം; 3 ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 പ്രശ്നങ്ങളാണ്. ഇവ 3 വിവരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ചിത്രം വരച്ച് കഴിഞ്ഞാൽ 1 മാർക്കും, ബാക്കി 3 എണ്ണത്തിന് എന്താണ് നിങ്ങൾക്ക് 3 മാർക്കാണ് കിട്ടുക. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്താണ് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളത് അത് ഉൽപ്പാദിപ്പിക്കണം. പ്രധാനമായിട്ടും നമ്മൾ സമ്പദ് വ്യവസ്ഥയിൽ 2 വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അതിൽ ഏത് ഉൽപ്പാദിപ്പിക്കണം നമ്മൾ ആദ്യം തീരുമാനിക്കണം. ഉൽപ്പാദിപ്പിക്കണം തീരുമാനിച്ചതിന് ശേഷം നമ്മൾ എന്താണ് അതിൻ്റെ അളവും കൂടി തീരുമാനിക്കണം. കാരണം നമ്മൾ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ പാടുള്ളൂ. കാരണം ആവശ്യതകൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കേണ്ട പൈസ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റെന്താ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാമായിരുന്നു. പ്രധാനമായിട്ട് 2 സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഭക്ഷണം വേണ്ടോ, ദേശരക്ഷയ്ക്ക് വേണം; വിദ്യാഭ്യാസം വേണം, വിനോദം വേണം, അല്ലേ, എഡ്യൂക്കേഷൻ ഓർ എൻ്റർടൈൻമെൻറ്റ്. ഇതൊക്കെ നമുക്കതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം. ഒരു രാജ്യത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് എന്താണ് വേണ്ടത് അതാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. 2 എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് ടെക്നോളജിയാണ്. ഏത് രീതിയിൽ ടെക്നോളജി ഉപയോഗിക്കണം. പ്രധാനമായിട്ട് 2 രീതിയിലുണ്ട്. ഒന്ന് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉണ്ട്, 2 ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. അധ്വാന തീവ്ര സാങ്കേതിക വിദ്യയും മൂലധന തീവ്ര സാങ്കേതിക വിദ്യയും. അധ്വാന തീവ്ര സാങ്കേതിക വിദ്യയിൽ ജനങ്ങൾക്ക് തൊഴിലാണ് ആവശ്യമെങ്കിൽ അവിടെ തൊഴിലിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് കൂടുതൽ തൊഴിലാളികളും കുറച്ച് ടെക്നോളജിയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ മൂലധന തീവ്ര സാങ്കേതിക വിദ്യയിൽ പെട്ടെന്ന് ഉൽപ്പാദനം നമുക്ക് നടത്തണം. അതുകൊണ്ട് കൂടുതൽ ടെക്നോളജിയും അല്ലെങ്കിൽ കൂടുതൽ മൂലധന വസ്തുക്കളും കുറച്ച് ആളുകളെയും മാത്രമേ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 3 ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുക, അല്ലെ, പ്രവർത്തനപരമായ വിതരണത്തെയാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആളുകൾ വിവിധ രീതിയിൽ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ തൊഴിൽ ചെയ്തിട്ടുണ്ട്, ചില ആൾക്കാർ ഭൂമി കൊടുത്തിട്ടുണ്ട്, ചില ആൾക്കാർ മൂലധനം, ചില ആൾക്കാർ ഷെയർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കിട്ടിയ വരുമാനം ജനങ്ങൾക്ക് വിതരണം ചെയ്യുക. ഭൂമി കൊടുത്താണെങ്കിൽ അതിന് റെൻറ്റ് കിട്ടും, തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അതിന് വേജ് കിട്ടും, അതുപോലെ ക്യാപിറ്റലാണെങ്കിൽ മൂലധനമാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും. എന്നാൽ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സംഘടന ആണെങ്കിൽ അല്ലെങ്കിൽ ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭമായിരിക്കും. അപ്പം ഇതാണ് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഉണ്ട്. 3 വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 22 GDP ഡിഫ്ലേച്ചർ നിർവചിക്കുക. എന്താ GDP ഡിഫ്ലേച്ചർ എന്ന് പറഞ്ഞാൽ? GDP ഡിഫ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നോമിനൽ GDPയും യഥാർത്ഥ GDPയും നാമമാത്ര GDPയും യഥാർത്ഥ GDPയും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, GDP ഡിഫ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് യഥാർത്ഥ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്ഥിര വിലകളുടെ അടിസ്ഥാനത്തിൽ GDP കാണുകയാണ്. എന്നാൽ നാമമാത്ര GDP എന്ന് പറഞ്ഞാലോ മുമ്പുള്ള വിലയുടെ അടിസ്ഥാനത്തിൽ. നാമമാത്ര GDP എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വിലകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ GDP കണക്കാക്കുകയാണ്. എന്നാൽ യഥാർത്ഥ GDP എന്ന് പറഞ്ഞാൽ സ്ഥിര വിലകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ GDP ഡിഫ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാമമാത്ര GDPയും അതായത് നോമിനൽ GDPയും റിയൽ GDP അഥവാ യഥാർത്ഥ GDPയും തമ്മിലുള്ള അനുപാതം ആണ് നമ്മൾ എന്ത് പറഞ്ഞാൽ GDP ഡിഫ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാമമാത്ര GDPയും യഥാർത്ഥ GDPയും തമ്മിലുള്ള അനുപാതത്തെയാണ് എന്തെന്ന് പറയുന്നത് GDP ഡിഫ്ലേച്ചർ എന്ന് പറയുന്നത്. ഇനി ബി, സമ്പദ് വ്യവസ്ഥയിൽ GDP വില പ്രചാര വില 2500 കോടിയും GDP സ്ഥിര വിലയിൽ 2000 കോടിയുമായാൽ GDP ഡിഫ്ലേച്ചർ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയാൽ മതി, അല്ലേ. അതായത് നിലവിലെ പ്രചാര വില 2500 കോടിയും GDP സ്ഥിര വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യഥാർത്ഥ GDP അതായത് 2000. മറ്റേതെന്താണ്, നാമമാത്ര GDP എത്രയാണ്, 2500 ഇൻറ്റു 100. ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞത്, അല്ലേ. 0 ക്യാൻസൽ ചെയ്തു, 0 ക്യാൻസൽ ചെയ്തു. 2500 20 എത്ര പ്രാവശ്യം പോകുന്നു നമ്മൾ കണക്കാക്കിയാൽ മതി.
ഇതിൽ എന്താണ് ഇവിടെ ആണെങ്കിൽ നമുക്കൊരു സീറോയും കൂടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. 250 2 എത്ര വർഷം പോവും? 125 പ്രാവശ്യം അല്ലേ, 125% എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ 125 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി NNP കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. NNP ഈക്വൽ ടു GNP മൈനസ് എന്തായിരിക്കും? GNPയിൽ നിന്ന് എന്ത് കുറച്ചാലും നമുക്ക് NNP കിട്ടുക? NNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ അറ്റ ദേശീയോൽപ്പന്നം. NNP ഈക്വൽ ടു GNP മൈനസ് D തേയ്മാനം അല്ലേ, ഡിപ്രിസിയേഷൻ കോസ്റ്റിൽ തേയ്മാന ചെലവ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NNP കിട്ടും. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം കാണാൻ വേണ്ടി മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് അല്ല GNPയിൽ നിന്ന് തേയ്മാനം മൈനസ് ചെയ്താൽ മതി, അഥവാ D മൈനസ് ചെയ്താൽ മതി. 23ാമത്തെ ക്വസ്റ്റ്യൻ, ചാർട്ട് പൂർത്തീകരിക്കുക. ഉപയുക്തത സമീപനങ്ങൾ, യൂട്ടിലിറ്റി അപ്രോച്ചസ് അല്ലെ, പ്രധാനമായിട്ട് 2 ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും 2 ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി സമീപനവും ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനവും, അത് 2 നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആപ്പിളിൻ്റെ വില 10 രൂപ ഉള്ളപ്പോൾ ഒരു വ്യക്തി 20 ആപ്പിൾ വാങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ വില 20 രൂപയായപ്പോൾ അയാൾ 15 ആപ്പിൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വില ഇലാസ്തികത കണക്കാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ ചോദനത്തിൻ്റെ വില ഇലാസ്തികതയാണ് കാണേണ്ടത്. അതായത് E ഈക്വൽ ടു, ഇത് കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു? E ഈക്വൽ ടു ΔQ/ΔP ഇൻറ്റു P/Q എന്ന ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ചാർട്ട് പൂർത്തീകരിക്കുക. ഉപയുക്തത സമീപനങ്ങൾ, യൂട്ടിലിറ്റി അപ്രോച്ചസ്. യൂട്ടിലിറ്റി അപ്രോച്ച് പ്രധാനമായിട്ട് 2 നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും 2 ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും. അല്ല 2 ചോദിച്ചുള്ളത്, 2 പറഞ്ഞു കഴിഞ്ഞു. കാർഡിനൽ യൂട്ടിലിറ്റി സമീപനവും ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞുള്ളത്? ഓപ്ഷൻ ബിയിൽ എന്താണ്, അല്ലെങ്കിൽ രണ്ടാമത് ബിയിൽ എന്താണ് തന്നിട്ടുള്ളത്? ആപ്പിളിൻ്റെ വില 10 രൂപയായപ്പോൾ ഒരു വ്യക്തി 20 ആപ്പിൾ വാങ്ങുന്നു. എന്നാൽ 20 രൂപയായപ്പോഴും അയാൾ എത്രയാണ്? 15 മാത്രമേ വാങ്ങുന്നുള്ളൂ. എങ്കിൽ വില ഇലാസ്തികത കണക്കാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. വില ഇലാസ്തികത ചോദനത്തിന് വില ഇലാസ്തികതയാണ് കണക്കാക്കേണ്ടത്. ഇവിടെ വില ഇലാസ്തികത കണക്കാക്കേഷൻ എന്താണ്? E ഈക്വൽ ടു ΔQ/ΔP ഇൻറ്റു P/Q എന്ന ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ വില, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ അളവ്, ΔP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിയ വില, ΔQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിയ അളവാണ്. അപ്പം ആദ്യത്തെ നിലവിലെ വില എത്ര? 10 രൂപയുള്ളപ്പോൾ എന്താണ്? 20 ആപ്പിളാണ് അയാൾ വാങ്ങുന്നത് അല്ലേ, 20 എണ്ണം. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ദി ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് വിളിക്കാം, അതാണ് 20. ΔP എന്ന് പറഞ്ഞാൽ മാറിയ വില, 10 രൂപയിൽ നിന്ന് 20 രൂപയായി വർദ്ധിച്ചു. അപ്പോൾ എത്ര രൂപയായിട്ട് വർദ്ധിച്ചത്? 20 മൈനസ് 10 എത്രയാണ്? 10 രൂപയാണ് അധികം വർദ്ധിച്ചത് അല്ലേ. ഇനി രണ്ടാമത് എന്താണ് പറഞ്ഞത്? ഉൽപ്പന്നത്തിൻ്റെ അളവ് 20 നിന്ന് 15 കുറഞ്ഞു അല്ലേ. അപ്പോൾ 20 മൈനസ് 15 എന്ത് കിട്ടും? നമുക്ക് 5 എന്ന് കിട്ടി. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ΔQ നമുക്ക് എന്താണ് കിട്ടിയത്? 5 ബൈ ΔP എന്താ കിട്ടിയത്? 10 ഇൻറ്റു P എന്താണ് കിട്ടിയത്? 10 ബൈ Q എന്താണ്? 20 അല്ലേ. അപ്പോൾ നമ്മൾ ഈ 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? 5 ബൈ 10 ഇൻറ്റു 2 20. 5ൽ 20 എത്ര പ്രാവശ്യം പോകും നോക്കുക? 5ൽ പോരാ. പിന്നെന്താണ്? 0.50 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം അല്ലേ. പിന്നെ 100 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. 0.25. 0.25 ഇലാസ്തികത നമുക്ക് എന്താണ് കിട്ടിയത്? ഇലാസ്തികത ഈക്വൽ ടു 0.25. 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1നേക്കാൾ കുറവാണ്. ഇലാസ്തികത 1നേക്കാൾ കുറവാണെങ്കിൽ അതിന് നമ്മൾ ഏത് തരം ഇലാസ്തികത ആയിരിക്കും? ഇലാസ്തികത 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1നേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരം ഇലാസ്തികതയായിരിക്കും? 1നേക്കാൾ കുറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇലാസ്തികമല്ലാത്ത ചോദനം അഥവാ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. സഞ്ചിത ചോദനത്തിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആറ്റ് ഇറ്റ്സ് കോമ്പോണൻസ് അല്ലേ. ഡിമാൻഡിൻ്റെ ഘടകങ്ങൾ, ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടുള്ള 4 ഘടകങ്ങളുണ്ട്. ഒന്ന് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, സാധനത്തിൻ്റെ വില. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. രണ്ടാമത്തത് ഉപഭോക്താവിൻ്റെ വരുമാനം, ഇൻകം ഓഫ് ദി കൺസ്യൂമർ. മൂന്നാമത്തത് മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. അല്ലെങ്കിൽ വൈ എന്നൊക്കെ നമുക്ക് വൈ എന്ന് വെച്ചൊക്കെ സൂചിപ്പിക്കാറുണ്ട്. നാലാമത്തത് ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ അല്ലെ, മറ്റു ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില. ആൻഡ് നാലാമത്തത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. ഇതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ എന്നുള്ളത് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു സാധനത്തിൻ്റെ ചോദനത്തിലെ ഡിമാൻഡ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്ന് സാധനത്തിൻ്റെ വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യാറുണ്ട്. വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുകയും വില കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും ചെയ്യും. 2 ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടണമെന്നില്ല. അത് പ്രധാനമായിട്ട് അതിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്.
നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്. സാധാരണ വസ്തുക്കളെ സംബന്ധിച്ച് വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യും. എന്നാൽ തരം താഴ്ന്ന വസ്തുക്കളെ സംബന്ധിച്ച് വ്യക്തിയുടെ വരുമാനം കൂടുമ്പോൾ അതിനുള്ള ഡിമാൻഡ് കുറയുകയും വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്തെ മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങളില്ല. മറ്റ് സാധനങ്ങളുടെ വിലയിൽ നമുക്ക് പ്രധാനമായിട്ട് രണ്ടെണ്ണം ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും, രണ്ട് കോംപ്ലിമെൻ്ററി ഗുഡും. പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും. പ്രതിസ്ഥാപന വസ്തുക്കളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വസ്തു ഒരേപോലെ ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കളുണ്ടായിരിക്കും. ചായയും കാപ്പിയും ഒരുപോലെ ഉപയോഗിക്കുന്ന വസ്തുവാണ്. ചായപ്പൊടിയുടെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും കാപ്പിപ്പൊടി ഉപയോഗിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ് ചെയ്യുക. ഇനി പൂരക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കാറ്, പെട്രോൾ ഉണ്ട് അല്ലേ, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഷൂവും സോക്സ് അതുപോലെ പേനയും മഷിയൊക്കെ. അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ റേറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളതിനെ എന്തായാലും സ്വാധീനിക്കും. നാലാമത്തെ ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും. ഉപഭോക്താവിനെ സംബന്ധിച്ച് താല്പര്യം കൂടിക്കഴിഞ്ഞാൽ ആ സാധനം വില എന്താണെന്ന് പോലും നോക്കില്ല. കാരണം നമുക്ക് കൂടുതൽ താല്പര്യമുള്ള വസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതലായിട്ട് വാങ്ങുകയും അതിന് ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. 25. പ്രധാനത്തിന് വിലയില്ലാസ്ഥിത അളക്കുന്നതിനുള്ള ഒരു രീതിയാണ് ശതമാന രീതി. പ്രധാനത്തിന് വിലയില്ലാസ്ഥിത അളക്കുന്നതിനുള്ള മറ്റു രീതി ഏതാണ്? ഒന്നാമത്തേതാണ് പറഞ്ഞിട്ടുള്ളത് പ്രധാനത്തിൻ്റെ വിലയില്ലാസ്ഥിത അളക്കുന്ന രീതികളിൽ ഒന്ന് ശതമാന രീതി അഥവാ പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് ജോമെട്രിക് മെത്തേഡ് അഥവാ ജാമിതീയ രീതി. ജാമിതീയ രീതി പ്രകാരം നമുക്ക് എന്താണ് ഇലാസ്തികത കണക്കാക്കാൻ വേണ്ടി സാധിക്കും. അവിടെ ജാമിതീയ രീതി പ്രകാരം നമ്മൾ ഇലാസ്തികത കണക്കാക്കുന്നത് നമ്മൾ ചിത്രം വരച്ചിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം പ്രധാനത്തിൻ്റെ വില ഇലാസ്തികത നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് 3 ചിത്രങ്ങൾ. അതിന് ആ മൂന്നാമത്തിൽ പറഞ്ഞ് ഒന്നാമത്തെ ഇവിടെ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ ചിത്രം നമ്മൾ ഈ രീതിയിലാണ് വരയ്ക്കേണ്ടത്, അതായത് ഇലാസ്തികത. രണ്ടാമത്തത് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ കൂടെയാണ് വരയ്ക്കുന്നത്. മൂന്നാമത്തെ നമ്മൾ കുറച്ച് ചെരിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം ഇത് മൂന്ന് തരത്തിൽ ഇലാസ്തികതയാണ് ജോമെട്രിക് രീതി പ്രകാരം നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തേൽ ഇലാസ്തികത നല്ല കൂടുതലായിരിക്കും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹൈ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് വിളിക്കും. അതായത് ഇവിടെ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ബിന്ദു നമ്മൾ എക്സ് അക്ഷത്തിലേക്ക് നീട്ടി വരയ്ക്കുമ്പോൾ അവിടെ ഇലാസ്തികത ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അതിന് നമ്മളെന്താണ് ഹൈ ഇലാസ്തികത ആയിരിക്കും അല്ലേ, അതായത് ഇലാസ്തികത ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. രണ്ടാമത്തെ കറക്റ്റ് സെൻറ്ററിലേക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. സെൻറ്ററിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് തുല്യമായിട്ടുള്ള മാറ്റമാണ്. വിലയിലെ മാറ്റവും പ്രധാനത്തിലെ മാറ്റവും തുല്യമാണെങ്കിൽ അതിനെ നമ്മളെന്താണ് വിളിക്കുക? ഇലാസ്റ്റിക് എന്നാൽ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് വിളിക്കും അല്ലേ, ഏകാത്മക ഇലാസ്റ്റിക് പ്രധാനം എന്ന് വിളിക്കും. മൂന്നാമത്തെ നമ്മൾ കുറച്ച് ചെരിച്ചിട്ടാണ് വരച്ചുള്ളത്. അവിടെ ഇലാസ്തികത ഒന്നിനേക്കാൾ കുറവായിരിക്കും. അവിടെ ഇലാസ്തികത ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഏത് തരം ഇലാസ്തികതയാണ് നമ്മൾ വിളിക്കുക? ഇലാസ്തിക അല്ലാത്ത പ്രധാനം എന്ന് വിളിക്കും അല്ലേ. അപ്പം 3 തരത്തിലാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് ഏതിലാണ് പഠിക്കുന്നത്? ജോമെട്രിക് മെത്തേഡിൽ, അതായത് ജാമിതീയ രീതി പ്രകാരം നമ്മൾ ഇലാസ്തികത കണക്കാക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ 8 മാർക്കിന് വരാറുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഉൽപ്പന്നത്തിൻ്റെ അളവ് 0 മുതൽ 5 വരെയും കൊടുത്തിട്ടുണ്ട്. TC 50, 80, 90, 95, 105, 125 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. TVC, AFC, AVC, AC, MC എന്നിവയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ നമുക്ക് TFC തന്നിട്ടുണ്ട്. എത്രയാണ്? 50 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാനിവിടെ ഇതിനുള്ളിലാണ് TFC ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് TFC 50 ആണെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് 0 ആണെങ്കിൽ 50 ആയിരിക്കും, 1 ആണെങ്കിൽ 50 ആയിരിക്കും. ഉൽപ്പന്നത്തിൻ്റെ അളവ് എത്ര യൂണിറ്റ് വർദ്ധിച്ചാലും എന്ത് തന്നെയായിരിക്കും? TFC ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. TFCയിൽ യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ പഠിച്ചുള്ള TC തന്നിട്ടുണ്ട്. TVC കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? TVC കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? TCയിൽ നിന്ന് TVC മൈനസ് ചെയ്താൽ മതി അല്ലേ. TCയിൽ നിന്ന് TVC മൈനസ് TVC കണ്ടെത്താൻ വേണ്ടി TCയിൽ നിന്ന് TFC മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? TVC കിട്ടും അല്ലേ. അതായത് TVC കണ്ടെത്താൻ വേണ്ടി TCയിൽ നിന്ന് TFC മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം TC 50 ആണ്, എന്നാൽ എന്നാൽ TFCയും 50 ആണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉൽപ്പന്നത്തിൻ്റെ അളവ് 0 ആണെങ്കിൽ എന്തായിരിക്കും? TVC 0 ആയിരിക്കും. ഉൽപ്പന്നത്തിൻ്റെ അളവ് 0 ആണെങ്കിൽ TVC 0 ആയിരിക്കും. 50 50 മൈനസ് ചെയ്താലും 0 തന്നെയായിരിക്കും. ഇനി അടുത്ത് എന്തായിരിക്കും? TVC എത്രയാണ്? 80 മൈനസ് 50 എത്രയാണ് കിട്ടുക? 30. 90 മൈനസ് 50 40. 95 മൈനസ് 50 എന്ത് കിട്ടും? 45. 105 മൈനസ് 50 55. 125 മൈനസ് 50 എന്ത് കിട്ടും? 75. ഇപ്പോൾ നമ്മൾ TVC കണ്ടെത്തി കഴിഞ്ഞു. ഇനി TVC കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത് AFC, AVC, AC, MC കണ്ടെത്തണം. ഇനി AFC കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? AFC ഈക്വൽ ടു TFC ബൈ Q. TFCയിൽ നിന്ന് ഉൽപ്പന്നത്തിൻ്റെ അളവ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AFC കിട്ടും. ഇനി നമുക്ക് കണ്ടെത്തുന്നത് AFC കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? AFC കണ്ടെത്താൻ വേണ്ടി TFC ബൈ Q അല്ലേ. TFCയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഉൽപ്പന്നത്തിൻ്റെ അളവ് ഡിവൈഡ് ചെയ്താൽ മതി. ഫസ്റ്റ് TFC എത്രയാണ്? 50. 50 ബൈ 0 എന്താണ്? 0. 50 ബൈ 1 50.
50/2 25, 50/3 16.66, 50/4 12.5, 50/5 10. ഇപ്പോൾ നമുക്ക് AFC കിട്ടി. ഇനി AVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TVC/Q അല്ലേ. AVC = TVC/Q. TVCയെ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AVC കിട്ടും. അപ്പം TVC എത്ര ഫസ്റ്റത് 0, അപ്പോൾ AVC 0. പിന്നെ അടുത്ത് 30/1 30, 40/2 20, 45/3 15. പിന്നെ അതുപോലെ തന്നെ 55/4 എത്ര കിട്ടും? 13.75. അടുത്തതോ 125/5 എന്ത് കിട്ടും? 15. ഇനി അടുത്ത് നമ്മൾ എന്താണ്? AC നമുക്ക് രണ്ട് രീതിയിൽ കണ്ടെത്താവാണ്. AC എന്ന് പറഞ്ഞാൽ AFC AVC കൂടി കൂട്ടി കഴിഞ്ഞാൽ AC കിട്ടും. അല്ലെങ്കിൽ TC/AC = TC/Q അല്ല, ഈ രീതിയിലും കണ്ടെത്താം. അല്ലെങ്കിൽ എന്താണ്? AVC + AFC അല്ലേ, ഈ രീതി കൂടി നമുക്ക് എന്താണ് കണ്ടെത്താവുന്നതാണ്? നമുക്ക് AC കണ്ടെത്താവുന്നതാണ്. നമ്മൾ ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്മൾ എന്താണ്? 50/0 0 അല്ലെങ്കിൽ 0 50. അടുത്തതോ 80/1 80 അല്ലെങ്കിൽ 50 30 കൂട്ടിക്കഴിഞ്ഞാൽ 80. അടുത്തതോ 45. പിന്നെ അടുത്ത എത്രയാണ് കിട്ടുക? 31.66. അടുത്തത് 26.25. അടുത്തത് 25. ഇനി MC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TCയിലെ മാറ്റം അല്ലേ, TCയിലെ മാറ്റം. അല്ലെങ്കിൽ എന്താണ്? ΔTC/ΔQ അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്? നേരെ TCയിലെ മാറ്റം. ആദ്യം നമ്മൾ 50, പിന്നെ 80 - 50 30, 90 - 80 10, 95 - 90 5, 105 - 95 10, 125 - 105 20. അപ്പോൾ നമുക്ക് MCയും കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടെത്തി. 27ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളിൽ ഒരെണ്ണമാണ് ചെലവ് രീതി. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മറ്റ് 2 രീതികൾ ഏതെല്ലാം? നമ്മൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ GDP കണക്കാക്കാനുള്ള 3 രീതികൾ പഠിച്ചിട്ടുണ്ട്. ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി. അപ്പോൾ നമ്മൾ ഇനി കാണേണ്ടത് ഏതാണ്? ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മറ്റ് 2 രീതികൾ വിശദീകരിക്കുക. എക്സാമിന് എപ്പോഴും essay ടൈപ്പ് 8 മാർക്കിന് വരാറുള്ള ചോദ്യമാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എത്ര മാർക്കിനാണ്? 4 മാർക്കിനല്ല നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന മറ്റ് 2 രീതികൾ വിശദീകരിക്കുക. അപ്പോൾ 2 രീതിയിൽ വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഉൽപ്പന്ന രീതി പ്രകാരം ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കണക്കാക്കി, അല്ലെ സാധനത്തിൻ്റെ വിലയും സാധനത്തിൻ്റെ അളവും കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് കണക്കാക്കണം? രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കണം. അവിടെ ഡബിൾ കൗണ്ടിങ് വരാറുണ്ട്, ഇരട്ടഗണന വരാറുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൂട്ടിച്ചേർത്ത മൂല്യരീതി അഥവാ GVA ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഉൽപ്പാദക സ്ഥാപനമാണെങ്കിൽ I എന്ന സ്ഥാപനത്തിൻ്റെ GVA നമ്മൾ കണക്കാക്കും, GVA ആയി. അങ്ങനെയാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ലക്ഷക്കണക്കിന് ഉൽപ്പാദക സ്ഥാപനമുണ്ട്, അവിടെ എല്ലാം മൂല്യം കൂട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിന് തുല്യമായിരിക്കും. അതായത് മൊത്തം ഉൽപ്പന്ന മൂല്യം മൊത്തം വരുമാനത്തിന് തുല്യമായിരിക്കും. ഇനി വരുമാന രീതിയാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ എത്ര സ്ഥാപനങ്ങളുണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം സ്വീകരിച്ച ചെലവുകളാണ് അല്ലെ, മൊത്തം വേജ്, മൊത്തം റെൻറ്റ്, മൊത്തം ഇൻട്രസ്റ്റ്, മൊത്തം പ്രോഫിറ്റ്, അങ്ങനെ എല്ലാ രീതിയിൽ കൂടിയും ഒരു സ്ഥാപനം സ്വീകരിച്ച ചിലവുകൾ. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ എത്ര സ്ഥാപനങ്ങളുണ്ടോ ഈ എല്ലാ സ്ഥാപനങ്ങളും മൊത്തം സ്വീകരിച്ച ചിലവുകൾ എന്തിന് തുല്യമായിരിക്കും? ആ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിന് തുല്യമായിരിക്കും. ഈ രീതിയിൽ കൂടെ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാവുന്നതാണ്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ. നിക്ഷേപ ഗുണകം നിർവചിക്കുക. എന്താണ് നിക്ഷേപ ഗുണകം എന്ന് എഴുതുക. ഉപഭോഗത്തിന്മേലെ സീമാന്ത പ്രവണത കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം ഏതാണ്? അല്ലെ, MPC കണ്ടെത്താനുള്ള സൂത്രവാക്യമാണ് ചോദിച്ചത്, ഇക്വേഷനാണ് ചോദിച്ചത്. MPC 0.5 ആയാൽ അതിനെ ഗുണകം കണ്ടുപിടിക്കുക. നിക്ഷേപം 200 വർദ്ധിച്ചപ്പോൾ വരുമാനത്തിനുണ്ടായ മാറ്റം കാണുക. ഇതൊക്കെ നമ്മൾ ഒറ്റയടിക്ക് കണ്ടെത്തണം. അല്ലെങ്കിൽ 4 മാർക്കിന് ക്വസ്റ്റ്യനാണ്. നിക്ഷേപ ഗുണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നത്തിന്മേലുണ്ടാകുന്ന മാറ്റത്തിന് ഓട്ടോണമസ് ചെലവിലുണ്ടാകുന്ന മാറ്റത്തിലുള്ള അനുപാതത്തിനാണ് നിക്ഷേപ ഗുണകം എന്ന് പറയുന്നത്. നിക്ഷേപ ഗുണകം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ΔY/ΔA ബാർ അല്ലേ. ΔY/ΔA ബാർ ആണ് എന്താണ്? നിക്ഷേപ ഗുണകം കണ്ടെത്താനുള്ള ഇക്വേഷൻ. അതായത് 1/1 - C. Therefore 1/S അഥവാ MPS ആണ്. 1/S അല്ലെങ്കിൽ MPS. ഇനി രണ്ടാമത് ഉപഭോഗത്തിന്മേലുള്ള സീമാന്ത പ്രവണത, അതായത് MPC കാണാനുള്ള ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. MPC കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? ΔC/ΔY അല്ലേ. ഏതാണ് ഇക്വേഷൻ? ഓപ്ഷൻ 4ാമത്താണ്, ΔC/ΔY ആണ്. ഇനി MPC 0.5 ആയാൽ ഗുണകം കണ്ടെത്തുക. MPC 0.5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗുണകം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായാലും നമ്മൾ പഠിച്ചത് 1/1 - C എന്ന ഇക്വേഷൻ ആയിരുന്നു. 1/1 - 0.5 അല്ലേ. അതായത് 1/1
1 0.5 കുറച്ച് കഴിഞ്ഞാൽ 0.5, അതായത് ഈക്വൽ എന്ത് കിട്ടും നമുക്ക് 2 എന്ന് കിട്ടും. അപ്പം ഗുണകം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഈ നിക്ഷേപം 200 വർദ്ധിച്ചപ്പോൾ വരുമാനത്തിനുണ്ടായ മാറ്റം, നിക്ഷേപം വർദ്ധിച്ച് 200 അങ്ങനെയാണെങ്കിൽ വരുമാനത്തിൽ എന്ത് മാറ്റം ഉണ്ടാവും? വരുമാനം വർദ്ധിച്ച് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇക്വേഷനെ നമ്മൾ വീണ്ടും ചെയ്യാൻ പോവാണ്. അതായത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ ഈക്വൽ ടു 1/1 - c ഈക്വൽ ടു 1/s. ഇത് നമുക്ക് വേണ്ട ആവശ്യമില്ല. അപ്പം 1/1 - c എന്നതിനെ 1/1 - c ഇൻറ്റു നമുക്ക് എന്ത് കൊടുക്കാം? 200 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായി മാറും? ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 0.5. 0.5 കിട്ടി. 0.5 നമ്മൾ എന്ത് ചെയ്യണം? 200 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 0.5 നമുക്കിവിടെ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 നമ്മൾ എന്ത് ചെയ്താൽ മതി? 200 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 400 എന്ന് കിട്ടും. അതായത് നിക്ഷേപം 200 വർദ്ധിച്ചപ്പോൾ വരുമാനം നമുക്ക് എത്രയായി വർദ്ധിച്ച്? 400 വർദ്ധിച്ചു. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ വില നിർണ്ണയിക്കുന്ന ചോദന പ്രധാന ശക്തികളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. എന്നാൽ ചില അവസരങ്ങളിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വളരെയധികം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ കമ്പോളത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യമായി മാറുന്നു. കമ്പോളത്തിൽ സർക്കാർ ഇടപെടൽ വഴി ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ ചിത്രത്തിന് സഹായത്തോടെ വിശദീകരിക്കുക. വിലപരിധിയും താങ്ങുവിലയും, പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. വിലപരിധിയുടെ പ്രഭാവം ഇതും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. വിലപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദകരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇടപെടുന്നതിന് നമ്മൾ താങ്ങുവില എന്ന് പറയും. എന്നാൽ വിലപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഉള്ള എല്ലാ സാധനവും വില കൊടുത്ത് വാങ്ങാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പോൾ അവിടെ ഗവൺമെൻറ് ഇടപെടുകയും കമ്പോള വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളും മറ്റും വിതരണം ചെയ്യും, അല്ലെങ്കിൽ ആവശ്യം വരുന്നങ്ങൾ വിതരണം ചെയ്യും. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഇടപെടൽ മൂലം ജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് ഒരുപാട് അനുഗ്രഹമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇത് വാങ്ങാൻ കഴിയാത്ത ആളുകളെ ഗവൺമെൻറ് സാധനങ്ങൾ വെറുതെ കൊടുക്കുകയോ അല്ലെങ്കിൽ വില കുറച്ച് കൊടുക്കുകയോ ചെയ്യും. അതിനുവേണ്ടി പ്രധാനമായിട്ടും ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? APL BPL എന്നിങ്ങനെ 2 കാറ്റഗറിയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്നിട്ട് അരിയും സാധനങ്ങളും മറ്റൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ, അരിയും സാധനങ്ങൾ റേഷൻ കടകൾ വഴിയൊക്കെ വിതരണം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാവപ്പെട്ട ജനങ്ങൾക്ക് അത് പോയി വാങ്ങുകയും അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രഭാവം, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റേഷൻ കടകൾ നീണ്ട ക്യൂവിന് കാരണമാകും. റേഷൻ കടയിൽ സാധനങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കപ്പെടും. ഈ 2 പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം വിലപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് വിലപരിധിയും താങ്ങുവിലയും. 5 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട്. ഇനി താങ്ങുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പോള വില കുറഞ്ഞതാകുമ്പോൾ ഉൽപ്പാദകരെ സംബന്ധിച്ച് അവർ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച സാധനം ഒരേ സമയത്തായിരിക്കും വിറ്റഴിക്കുക. നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ തേങ്ങ സാധനങ്ങളൊക്കെ ഒരേ സമയത്ത് വിറ്റഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പോള വില കുറയുമ്പോൾ കർഷകരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായി തോന്നും. അങ്ങനെയാണെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇടപെടുകയും അവരുടെ സാധനങ്ങൾ ഒരു നിശ്ചിത വിലയ്ക്ക് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്യും. എന്നാൽ ഈ ഏറ്റെടുക്കുന്ന സാധനം മുഴുവനായിട്ട് ഏറ്റെടുക്കില്ല. കാരണം ഒരു നിശ്ചിത യൂണിറ്റ് മാത്രമേ ഏറ്റെടുക്കുള്ളൂ. രാജ്യത്ത് ഒരുപാട് കർഷകരുണ്ട്, അവരിൽ നിന്നൊക്കെ സാധനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇവിടെ ഇടപെടുകയും അവരിൽ നിന്ന് സാധനം ഏറ്റെടുക്കുകയും അത് കൊണ്ടുപോയി ഗോഡൗണിൽ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എപ്പോഴാണ് വില കൂടുന്ന സമയത്ത് അത് കൊണ്ടുപോയി കമ്പോളത്തിൽ ഇറക്കുകയും ചെയ്യും. അപ്പോൾ കർഷകന് കിട്ടാനുള്ള പൈസ കർഷകനും കിട്ടി, ഉപഭോക്താവിന് ഗവൺമെൻറ് കിട്ടാനുള്ള പൈസ ഗവൺമെൻറ്റിനും കിട്ടി, കച്ചവടക്കാരന് കിട്ടാനുള്ള പൈസ കച്ചവടക്കാരനും കിട്ടി. അപ്പോൾ ആർക്കും യാതൊരു പ്രശ്നങ്ങളും നേരിടുന്നില്ല. അപ്പോൾ വിലപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപഭോക്താക്കളെ അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയും, താങ്ങുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദകരെ സംരക്ഷിക്കാൻ വേണ്ടിയും ഗവൺമെൻറ് കമ്പോളത്തിൽ ഇടപെടുകയാണ്. ഇനി 30ാമത്തെ കരുതൽ ധന അനുപാതവും നിയമാനുസൃത ദ്രവത്വ അനുപാതവും തമ്മിലുള്ള വ്യത്യാസം. CRR ആൻഡ് SLR, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. വ്യത്യാസം ഇതാണ്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് പൈസ കരുതൽ ധനമായിട്ട് സൂക്ഷിക്കും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. നിയമാനുസൃത ദ്രവത്വ അനുപാതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വാണിജ്യ ബാങ്കുകൾ ഏതെങ്കിലും ആസ്തിയിലേക്ക് പണം നിക്ഷേപിക്കുകയാണല്ലേ, സ്വർണ്ണം വെള്ളി പോലുള്ള ആസ്തിയിൽ കൊണ്ടുപോയിട്ട് റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കും. ഇതിനെയാണ് നമ്മൾ SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. കരുതൽ ധനാനുപാതം 0.5 ജനങ്ങളുടെ പ്രാഥമിക നിക്ഷേപം 100 കോടിയുമായാൽ വാണിജ്യ ബാങ്ക് സൃഷ്ടിക്കുന്ന മൊത്തം പണം കണ്ടുപിടിക്കുക. ഇവിടെ കരുതൽ ധനമായിട്ട് 0.5 ഇവിടെ പ്രാഥമിക നിക്ഷേപം 100 അപ്പോൾ പ്രാഥമിക നിക്ഷേപം 100ൽ നിന്ന് 0.5% ഒരു കരുതൽ ധനമായിട്ട് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ബാക്കി എന്ത് ചെയ്യും? 99.5 പിന്നെ ഓലെ കയ്യിലുള്ളത്. അപ്പം ഇവരെന്ത് ചെയ്യും? ഈ 99.5 അടുത്ത വേറെ ആൾ വരുമ്പോൾ വായ്പയായിട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ മൊത്തം നിക്ഷേപം എത്രയായിട്ട് കാണും? ഈ 99.5 കൂടി ഈ 100 കൂടിയും കൂട്ടണം. അപ്പം എത്രയായി മാറും? 199.5. അങ്ങനെയാണെങ്കിൽ വീണ്ടും അതിൻ്റെ 0.5% അതിന് കരുതൽ ധനമായിട്ട് അവർ സൂക്ഷിക്കേണ്ടതായിട്ട് വരും.
അപ്പം 199.5 വീണ്ടും 0.5 എന്ത് ചെയ്യും, ഒരു കരുതൽ ധനമായിട്ട് സൂക്ഷിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും, ഈ 0.5 കരുതൽ ധനം എത്ര എടുക്കത്തും 100 രൂപയ്ക്ക് എത്തുന്ന വരെ ഇതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പം രൂപ ലാസ്റ്റ് അവസാനം ഇതിൻ്റെ ഇരട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 31 മുതൽ 33 വരെ ചോദ്യങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക. 8 സ്കോർ വീതം. പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഒരു ഉൽപ്പാദക യൂണിറ്റിൻ്റെയും പ്രധാന ലക്ഷ്യം ലാഭം പരമാവധിയാക്കുക എന്നതാണ്. പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഉൽപ്പാദക യൂണിറ്റ് ലാഭം പരമാവധിയാക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഏതെല്ലാം? ഈ വ്യവസ്ഥകൾ ചിത്രത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക. അപ്പം പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വിലയ്ക്ക് ഒരേ സ്വഭാവം കാണിക്കുന്ന ഈ ഹോമോജിനസ് പ്രൊഡക്റ്റ് വിൽപ്പന ചെയ്യുന്ന കമ്പോളത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറയുന്നത്. ഒരുപാട് ഉപഭോക്താക്കളും ഒരുപാട് ഉൽപ്പാദകരുള്ളൊരു കമ്പോളമാണ് ഇവിടെ. ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. പ്രധാനമായിട്ടുള്ള ചില സവിശേഷത 9-10 സവിശേഷത പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്ററിലാണ് പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ സവിശേഷത പഠിക്കുന്നത്. വളരെയധികം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടായിരിക്കും. ഏകജാതി ഉൽപ്പന്നങ്ങൾ, ഒരേ കളറ്, ഒരേ സ്മെല്ല്, ഒരേ ടേസ്റ്റ് ഉള്ളതിനെ നമ്മൾ ഏകജാതി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. പുതിയ സ്ഥാപനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കമ്പോളത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനും പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. കമ്പോള സ്ഥിതിയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടായിരിക്കും. ഉൽപ്പാദന ഘടകങ്ങൾക്കും സാധനങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ചലന സ്വാതന്ത്ര്യം. ഗതാഗത ചെലവ് ഉണ്ടായിരിക്കുകയില്ല. സാധനങ്ങൾക്ക് ഒരേ വിലയായിരിക്കും. ഗവൺമെൻറ് നിയന്ത്രണമില്ല. വിൽപ്പന ചെലവില്ല. അതുപോലെ ഉൽപ്പാദകരും ഉപഭോക്താക്കളും വില സ്വീകരിക്കുന്നവരായിരിക്കും. ഇതാണ് പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ. ഇനി പറഞ്ഞുള്ളത് പൂർണ്ണ കിടമത്സര കമ്പോളത്തിൽ ലാഭം പരമാവധിയാക്കാൻ അവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അല്ലേ. ഒരു സ്ഥാപനത്തെ ലാഭം പരമാവധിയാക്കണമെങ്കിൽ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MC-യും വിപണി വിലയും തുല്യമായിരിക്കണം അല്ലേ. MC = P ആയിരിക്കണം അല്ലേ. MC അതായത് സീമാന്ത ചെലവും പ്രൈസും തുല്യമായിരിക്കണം. രണ്ടാമത്തത് MC കുറയാൻ പാടില്ല. MC കുറയാനും പാടില്ല. MC MR വക്രത്തെ അല്ലെ, MR വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിച്ച് കടന്നു പോകണം. മൂന്നാമത്തത് ഹ്രസ്വ കാലയളവിൽ വില ABC-ക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം അല്ലേ. ഹ്രസ്വ കാലയളവിൽ വില ABC-ക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം. ഈ 3 വ്യവസ്ഥകൾ പാലിച്ചാൽ മതി. അപ്പോൾ ഇതിന് ചിത്രങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എസ് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഏകദേശം അവസാനത്തിൽ നിങ്ങൾക്ക് ഹ്രസ്വ കാലയളവിൽ ലാഭം പരമാവധിയാക്കുന്നുള്ളത് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടുള്ള 3 പോയിന്റുകൾ ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞ്. ഒന്നാമത് പറഞ്ഞതാണ് സീമാന്ത ചെലവും പ്രൈസും തുല്യമായിരിക്കണം. സീമാന്ത ചെലവ് കുറയാൻ പാടില്ല. സീമാന്ത ചെലവ് അതായത് MC വക്രം MR വക്രത്തെ താഴെ നിന്ന് ഖണ്ഡിച്ച് കടന്നു പോകണം. 4ാമത്തെ പ്രത്യേകത നമ്മൾ എന്താണെന്ന് പറഞ്ഞത് വില ABC-ക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം. ഈ സവിശേഷത നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി 32 കേന്ദ്ര ബാങ്കിൻ്റെ ഏതെങ്കിലും 4 ധർമ്മങ്ങൾ വിശദീകരിക്കുക. പണപ്രദാനം നിയന്ത്രിക്കാൻ വേണ്ടി കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ധനനയ നടപടികൾ വിശദീകരിക്കാനാണ് പറഞ്ഞത്. കേന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1935 രൂപം കൊണ്ടുള്ളത്. ഓരോ രാജ്യത്തിനും ഓരോ കേന്ദ്ര ബാങ്കിൽ സെൻട്രൽ ബാങ്ക് ഉണ്ട്. സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 8 പ്രവർത്തനം 8 ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് നോട്ട് അച്ചടിച്ചിറക്കുക. എന്നാൽ 1 രൂപേൻ്റെ കോയിനും എന്താണ് 1 രൂപേൻ്റെ നോട്ടും കോയിനുകളും അടിച്ചിറക്കാനുള്ള അധികാരം ഇന്ത്യയുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും. ബാക്കിയൊക്കെ നോട്ടുകളൊക്കെ ആരാണ് അച്ചടിച്ചിറക്കുക? റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടും. ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ, പണപ്രദാനത്തിൻ്റെ നിയന്ത്രകൻ, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, അവസാനത്തെ ആശ്രയം എന്ന നിലയ്ക്ക് വായ്പ നൽകുന്നവൻ, ദേശീയ തലത്തിൽ ഇടപാട് തീർക്കുന്നവൻ, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം, ഇങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള 8 പ്രവർത്തനം ആർക്കുണ്ട്? റിസർവ് ബാങ്കിനുണ്ട്. ഇനി അതുപോലെ ചോദിച്ചിട്ടുള്ളത് മറ്റൊന്നാണ്. ഏതാണ്? പണപ്രദാനം നിയന്ത്രിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ചെയ്യുന്ന നടപടികൾ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അത് പ്രധാനമായിട്ടും 3 പ്രവർത്തനമുണ്ട്. പണപ്രദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ അളവാണ്. സമ്പദ്വ്യവസ്ഥയിൽ പണത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ റിസർവ് ബാങ്ക് അതിൻ്റേതായിട്ട് നടപടികൾ സ്വീകരിക്കും. കൂടുന്ന സമയത്ത് അത് കുറയ്ക്കാൻ വേണ്ടിയും കുറയുന്ന സമയത്ത് അത് കൂട്ടാൻ വേണ്ടിയും. ഒന്നാമത് റിസർവ് റേഷ്യോസ് അഥവാ കരുതൽ അനുപാതം, CRR, SLR എന്നിവയിൽ അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. 2 പരസ്യ വിപണി പ്രവർത്തനങ്ങൾ. ഗവൺമെൻറ്റിൻ്റെ ആസ്തികളും അല്ലെങ്കിൽ ഷെയറുകളും സെക്യൂരിറ്റികളൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക. 3 റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കടം കൊടുക്കാറുണ്ട്, വായ്പ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പലിശ ഈടാക്കും. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണം നിക്ഷേപിക്കുമ്പോൾ അതിന് നിശ്ചിത പലിശ കിട്ടും. ഇതിനെ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ. ഇതിലും സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രവർത്തിക്കും. ഇനി 33ാമത് സന്തുലിത വിലയും സന്തുലിത അളവും എങ്ങനെ ബാധിക്കപ്പെടുന്നു? ചോദന പ്രധാന വക്രങ്ങൾ ഒരേ സമയം വലത്തേക്ക് മാറുമ്പോൾ, ചോദന പ്രധാന വക്രങ്ങൾ ഒരേ സമയം ഇടത്തേക്ക് മാറുമ്പോൾ, ചോദന പ്രധാന വക്രങ്ങൾ വിപരീത ദിശയിലേക്ക് മാറുമ്പോൾ. ചോദന പ്രധാന വക്രങ്ങൾ ഒരേ സമയം വലത്തേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും വിലയിൽ മാറ്റമില്ലാതിരിക്കും, അളവ് വർദ്ധിക്കുകയും ചെയ്യും അല്ലേ. ഡിമാൻഡ് വർദ്ധിച്ചു, സപ്ലൈ വർദ്ധിച്ചു. ഡിമാൻഡ് ആവശ്യക്കാർ കൂടുകയും ചെയ്ത് സാധനങ്ങൾ അളവും കൂടി. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വില കൂടുകയോ കുറയേണ്ട ആവശ്യമില്ല. അപ്പം അതെന്തിന് കാരണമാകും? വിലയിൽ യാതൊരുവിധ മാറ്റമില്ലാതിരിക്കും. നമ്മൾ ചിത്രമൊക്കെ നമ്മളിവിടെ
പുസ്തകത്തിൽ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്, മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വളരെ ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ, ചോദന പ്രധാന വക്രങ്ങൾ ഒരേ സമയം ഇടത്തേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിമാൻഡും കുറഞ്ഞ് സപ്ലൈയും കുറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ വില കൂടുകയോ കുറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ സാധനത്തിന് അളവ് കുറയും, അല്ലെ, വിലയിൽ യാതൊരുവിധ മാറ്റമില്ലാതിരിക്കുകയും അളവ് കുറയുകയും ചെയ്യും. ചോദന പ്രധാന എന്ന വക്രങ്ങൾ വിപരീത ദിശയിലേക്ക് മാറുമ്പോൾ, അല്ലെ, വിപരീത ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദനവക്രം ഇടത്തേക്കോ പ്രധാന വക്രം വലത്തേക്ക്, അല്ലെങ്കിൽ പ്രധാന വക്രം ഇടത്തേക്ക് ചോദനവക്രം വലത്തേക്ക്, ഇങ്ങനെ മാറുമ്പോൾ വിലയിലും അളവിലും മാറ്റം സംഭവിക്കും. സ്വാഭാവികമായിട്ടും എന്താണ്, പ്രധാന വക്രമാണ് വലത്തേക്ക് മാറുന്നതെങ്കിൽ ഡിമാൻഡ് കുറവ്, അല്ലെങ്കിൽ ചോദനവക്രം ഇടത്തേക്കുമാണെങ്കിൽ അവിടെ വില കുറയാനും അളവ് വർദ്ധിക്കാനും കാരണമാകും. എന്നാൽ ചോദനവക്രം വലത്തേക്കും പ്രധാന വക്രം ഇടത്തേക്കുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അളവ് വർദ്ധിക്കാനും വില കൂടാനും കാരണമാകും. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ സിമ്പിളായിരുന്നു, എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, നല്ല മാർക്കൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും.